ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്ക്. തളിപ്പറമ്പിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി കൊയ്യം ജനാർദ്ദനൻ പത്രിക പിൻവലിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് സംഘടനാ വിരുദ്ധമാണ് എന്നും വലിയ ലക്ഷ്യങ്ങൾക്കായി വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നേതൃത്വം ഇടപെട്ടതോടെ വിമതനായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയതായും പാർട്ടിക്കാണ് ഒന്നാം പരിഗണനയെന്നും വിജിൽ മോഹനൻ വ്യക്തമാക്കി. പാർട്ടിക്കകത്ത് പല തീരുമാനങ്ങളും കൈക്കൊള്ളുമ്പോൾ അതിനകത്ത് വിയോജിപ്പുകൾ ഉണ്ടാവും, അതിനകത്ത് എതിരഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളും എതിരഭിപ്രായങ്ങളും വിയോജിപ്പുകളും ഒക്കെ പറയേണ്ട വേദികളിൽ പറയുക. ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് കടന്നു പോകുമ്പോൾ അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നും ഞങ്ങൾ പുറകോട്ട് പോയിരിക്കുന്നത്. നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടൽ ഞങ്ങളുടെ വിയോജിപ്പുകളെയും ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെയും ഒക്കെ നേതൃത്വം കൃത്യമായ രീതിയിൽ പരിഗണിച്ചു. നേതൃത്വം ഞങ്ങളെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നേരിട്ട് കണ്ട് ഞങ്ങളോട് ഈ പാർട്ടി കടന്നു വരാൻ പോകുന്ന വലിയൊരു ദൗത്യം, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനെ താഴെയിറക്കുക എന്നുള്ളൊരു വലിയ ദൗത്യത്തിലേക്ക് ഈ പാർട്ടി കടന്നു ചെല്ലുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ആ ബോധ്യം ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പുറകോട്ട് പോയത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അർജുൻ, വിജിൽ മോഹനൻ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിച്ചതായിരുന്നു, പിന്നീട് പാർട്ടിക്ക് വശംവദനാവുകയായിരുന്നു, പാർട്ടിക്ക് വിധേയനാവുകയായിരുന്നു. പക്ഷേ കൊയ്യം ജനാർദ്ദനൻ അങ്ങനെ പിന്മാറാൻ തയ്യാറല്ല. ആ ഘട്ടത്തിലാണ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. മാധു, തീർച്ചയായിട്ടും വിജിൽ മോഹനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദിനും തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തിയതാണ്. എന്നാൽ പിന്നീട് പാർട്ടി നേതാക്കൾ ഇടപെടുകയും ഒരു അനുനയ ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ തീരുമാനത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പിന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ KPCC അംഗമായിട്ടുള്ള കൊയ്യം ജനാർദ്ദനൻ തളിപ്പറമ്പിൽ പത്രിക നൽകി പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ച് പത്രിക പിൻവലിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ കൊയ്യം ജനാർദ്ദനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വലിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ പാർട്ടി പ്രവർത്തകർ സഹിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. അതായത് പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ 10 വർഷം തെരുവിൽ അടി ഏറ്റുവാങ്ങിയതും ഒരുപാട് മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നതും ഒരുപാട് കേസുകൾ, നിയമ പോരാട്ടങ്ങൾ, ജയിലറയിൽ ഉൾപ്പെടെ കിടക്കേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായത്. പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്നും തെന്നി മാറുന്ന അല്ലെങ്കിൽ വഴുതി മാറുന്ന മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കൊയ്യം ജനാർദ്ദനൻ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം എന്ന് പറയുന്നത് അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്, സംഘടനാ വിരുദ്ധ നടപടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നേതൃത്വം ഇടപെട്ട് പരിഹാരം കാണാമെന്നുള്ള ഉറപ്പ് നൽകി കഴിഞ്ഞാൽ പിന്നീട് ആ തീരുമാനമായി മുന്നോട്ട് പോകുന്നത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകന് ചേർന്ന നടപടിയല്ല എന്നുള്ളതാണ് വിജിൽ മോഹനൻ വ്യക്തമാക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ വിമത സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയിരുന്നു. പക്ഷേ KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ ഇപ്പോഴും തളിപ്പറമ്പിൽ പത്രിക നൽകി പ്രചരണ പ്രവർത്തനങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ പത്രസമ്മേളനം ഉൾപ്പെടെ വിളിച്ചു ചേർക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അടുത്ത ശനിയാഴ്ച പര്യടനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പാടാകുന്നു. അതായത് കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് കൊയ്യം ജനാർദ്ദനൻ മുന്നോട്ട് പോകുമ്പോൾ കൊയ്യം ജനാർദ്ദനെതിരായിട്ടുള്ള നിലപാട് യൂത്ത് കോൺഗ്രസിന് സ്വീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ വിജിൽ മോഹൻ നൽകിയത്. വിജിൽ മോഹൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിച്ചതാണ്. കൊയ്യം ജനാർദ്ദനും ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം, പത്രിക പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.